ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആദ്യം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം തക്കാളി, കുറച്ച് മല്ലിയിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരും വഴറ്റുക. അതിനുശേഷം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അപ്പോൾ അതെല്ലാം കൂടെ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് നടുവ് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പടപടപെടാന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വയറ്റോടെ വയറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതായി ഒരു പരുവാക്കണം. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് ഒന്നും കൂടെ ഒന്നൊന്ന് വഴറ്റുക. അപ്പോൾ ആ മല്ലിയിലയും ഇച്ചിരി ഇന്ന് കിടന്ന് വാടണം. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ കറി ആയി കഴിയുമ്പോൾ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു വഴറ്റാം. അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. എല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. ഇനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഒരു കുക്കറിനകത്തേക്ക് ഇടുക. നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ കേട്ടോ, വലിയ ലെഗ് പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴുകി വെച്ചിട്ട് പിന്നെ ഈ ഒരു അരപ്പ് നമ്മൾ ഈ ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഇട്ടുക. എന്നിട്ട് നല്ല രീതിയിൽ ഇത് വഴറ്റിയല്ല, ഇത് പുരട്ടി കൊടുക്കണം ഈ ചിക്കനിലേക്ക്. അപ്പോൾ ഈ അരപ്പിന് കുറച്ച് ചൂടായതുകൊണ്ടാണ് കൈവിട്ട് പുരട്ടാത്തത് കേട്ടോ. തവിയിട്ട് തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ടത് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയല്ല, നന്നായിട്ടത് പുരട്ടിയെടുക്കുക ചിക്കനിലേക്ക്. എന്നിട്ട് കുറച്ച് വെള്ളം എടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒരു മീഡിയം വെള്ളം, കുറച്ച് വെള്ളം. നമുക്ക് ചിക്കനിൽ നിന്ന് കുറേ വെള്ളം കിട്ടും, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മുടെ കുക്കർ അടച്ച് വെക്കുക. ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിലടിച്ചിട്ട് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇട്ടപ്പടേന്ന് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ. അപ്പം ഞാൻ എൻ്റെ ചിക്കൻ കറിയും കൂട്ടി ചപ്പാത്തി കഴിച്ചിട്ട് വരാം. ബൈ. ഓക്കെ, സീ യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.